ഇന്നലെ ഗോവിന്ദമാഷ് പറഞ്ഞല്ലോ കാര്യങ്ങൾ. ദേശീയ അന്വേഷണ ഏജൻസികളെക്കുറിച്ച് നേരത്തെ തന്നെ BJP ഭരണത്തിൽ അതിൻ്റെ ഒരു പൊതു അവസ്ഥ CPIM പറഞ്ഞതാണ്. CPIM പറഞ്ഞ നിലപാട് ശക്തിപ്പെടുന്ന സംഭവവികാസങ്ങളാണ് അനുദിനം നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. വേറെന്തെങ്കിലും ഉണ്ടോ? എല്ലാ കേസുകളും ED ഏറ്റെടുക്കുക എന്നതൊക്കെ രാഷ്ട്രീയമായി എന്തെങ്കിലും ചെയ്തു കളയാന്നുള്ളതിൻ്റെ സൂചനകളാണോ? അത് പേടിക്കേണ്ടവർ പേടിച്ചാൽ മതിയല്ലോ. ED നിയമപരമായി നടത്തേണ്ട അന്വേഷണം നടത്തുന്നതിന് ഇപ്പോൾ ആരും ഇവിടെ എതിരല്ലല്ലോ. പക്ഷെ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയെന്ന് പൊതുവേ കാണുന്നുണ്ടല്ലോ. ഡൽഹി മുഖ്യമന്ത്രിയുടെ സംഭവമായാലും പൊതുവെയുള്ള സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ബൊഫേഴ്സ് അഴിമതി പോലെ, സ്പെക്ട്രം അഴിമതി പോലെ, അതൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്ത അഴിമതികളായിരുന്നു. ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണല്ലോ ഇലക്ട്രോൾ ബോണ്ട്. ഇലക്ട്രോൾ ബോണ്ട് കൊള്ള, അതിനെതിരെ തുടക്കം മുതലേ നിലപാടെടുത്ത പ്രസ്ഥാനം CPIM ആണ്. ഇലക്ട്രോൾ ബോണ്ടിൽ നിന്നും ഫണ്ട് സ്വീകരിക്കാൻ, ആ സംവിധാനം വഴി ഫണ്ട് സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല, ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന നിലപാടെടുത്ത പ്രസ്ഥാനമാണ് CPIM. പിന്നീട് ആ ഫണ്ട് നൽകിയവരുടെ പേരുവിവരം വെളിപ്പെടുത്തണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയെ സമീപിച്ച പ്രസ്ഥാനമാണ് CPIM. പേരുവിവരം പുറത്തു വന്നപ്പോഴാണല്ലോ ചില കാര്യം ഇപ്പോൾ പുറത്തു വന്നത്. BJPക്ക് തുക കൊടുത്ത ഒരുപാട് കമ്പനികൾ, ആ കമ്പനികളെയൊക്കെ നേരത്തെ ED പോയി കണ്ട് ഒന്ന് നന്നായി സ്നേഹിച്ച് ആ സ്നേഹത്തിൻ്റെ ഭാഗമായി പിന്നീട് ഫണ്ട് കൊടുത്ത് മുന്നോട്ട് പോയി എന്നാണല്ലോ വിഷയം. എന്തേ കോൺഗ്രസ് മിണ്ടാത്തത്? ഇലക്ട്രോൾ ബോണ്ട് വിഷയത്തിൽ എന്താ കോൺഗ്രസ് മിണ്ടാത്തത്? മിണ്ടാൻ പറ്റൂല, കോൺഗ്രസ് വാങ്ങിയിട്ടുണ്ട്. 1000 കോടിയിലധികം കോൺഗ്രസ് വാങ്ങി. ഇപ്പോൾ നേരത്തെ ആരോ ചോദിച്ചല്ലോ, തെരഞ്ഞെടുപ്പിന് പ്രചരണത്തിന് പൈസ ഇല്ല, ഈ 1000 കോടിയൊക്കെ അങ്ങോട്ട് പോയി? അപ്പോൾ ED അതിലെടുത്ത നിലപാട് എന്താണെന്ന് രാജ്യം ചർച്ച ചെയ്താണ്. കോൺഗ്രസിൻ്റെ ചില നേതാക്കന്മാർ ED ഒന്ന് നോക്കിയാൽ അയ്യോ ഒന്നും ചെയ്യരുത്, ഞാൻ BJP ആയിക്കൊള്ളാം എന്ന് പറയുന്ന സ്ഥിതി നമ്മുടെ രാജ്യത്തുണ്ട്. ഇതൊക്കെ ആളുകൾക്കറിയാം. കേരളം പോലൊരു സംസ്ഥാനത്ത് ഇതൊന്നും പ്രത്യേകിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട, ജനങ്ങൾക്ക് നല്ല ധാരണ ഇതിനെക്കുറിച്ചൊക്കെ ഉണ്ട്. മാസപ്പടി കേസ് ED ഏറ്റെടുത്തതോടെ അത് കേരളത്തിൽ കൂടി ED നീക്കം വരികയാണ്. ഇത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. എങ്ങനെ ജനങ്ങളുടെ ഇടയിൽ ഇതെങ്ങനെ ബാധിക്കുന്നത്, എങ്ങനെയാണ് ഇതിനെ CPM ഈ വിഷയത്തിൽ നേരത്തെ തന്നെ നിലപാട് പറഞ്ഞു. ഇന്നലെ ഗോവിന്ദമാഷ് അത് ആവർത്തിച്ചു. CPM നേരത്തെ പറഞ്ഞ നിലപാട് ശക്തിപ്പെടുന്നതാണ്. ഇന്ത്യയിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കേരളം ഉൾപ്പെടെ എല്ലാ ഇടങ്ങളിലും നടക്കുന്ന സംഭവവികാസങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ. CPIMൻ്റെ നിലപാട് ശക്തമായിട്ട് നേരത്തെ പറഞ്ഞു. ഇന്നലെ ഗോവിന്ദമാഷ് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇലക്ട്രോൾ ബോണ്ട് വിഷയം കൂടി വന്നപ്പോൾ 1ാം ക്ലാസ്സിലെ കുട്ടിക്ക് വരെ കാര്യങ്ങൾ കേരളത്തിൽ വ്യക്തമായിട്ട് അറിയാം. എന്താണ് സംഭവം, ദേശീയ അന്വേഷണ ഏജൻസികൾ എന്താണ്, അതിൽ കോൺഗ്രസ്സിന് മാത്രമുള്ള ഓരോ പഞ്ചായത്തിലും ഓരോ നിലപാട്. ആലപ്പുഴ UDF സ്ഥാനാർത്ഥി വേണുഗോപാൽജി ദില്ലിയിലെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ദില്ലിയിൽ ശക്തമായി EDക്കെതിരെ പ്രതികരിച്ചു. വിമാനം കയറി ആലപ്പുഴ എത്തിയപ്പോൾ ED സിന്ദാബാദ് വിളിച്ചു. ആ വേഷം വ്യത്യാസമുണ്ട്, അവിടെ കുർത്തിയാണെങ്കിൽ ഇവിടെ മുണ്ട് ഷർട്ടാണെന്നുള്ളൂ. അത് കോൺഗ്രസിൻ്റെ ശൈലിയാണ്. ഓരോ ഇടത്തും ഓരോ അഭിപ്രായം. ദേശീയ പാർട്ടി എന്നുള്ള നിലയിൽ ദേശീയ അന്വേഷണ ഏജൻസികളെ BJP ദുരുപയോഗിക്കുന്നു എന്ന് കോൺഗ്രസ് പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ കേരളത്തിൽ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവിനും കോൺഗ്രസ് പാർട്ടിക്കും ഇവിടെ ED സിന്ദാബാദാണ്, ദേശീയ അന്വേഷണ ഏജൻസികൾ സിന്ദാബാദാണ്. അത് ഏത് വിഷയത്തിലും, ഇപ്പോൾ പൗരത്വ നിയമം ഓരോ പഞ്ചായത്തിലും കോൺഗ്രസിന് ഓരോ നിലപാടാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പൗരത്വ നിയമം കേരളത്തിൻ്റെ മണ്ണിൽ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു BJP നേതാവ് പറയുന്നത് പോലെയാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഒരു സംസ്ഥാന സർക്കാരിന് അങ്ങനെ ഒരു നിലപാടെടുക്കാനുള്ള റൈറ്റ് ഇല്ല എന്നല്ലേ പറഞ്ഞത്. എന്നാൽ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ കേരളത്തെ മാതൃകയാക്കി കേരള സർക്കാരിൻ്റെ നിലപാടിൽ പ്രചോദിതനായി തമിഴ്നാടിൻ്റെ മണ്ണിൽ പൗരത്വ നിയമം നടപ്പിലാക്കില്ല എന്ന് പ്രഖ്യാപിച്ചപ്പോൾ തമിഴ്നാട്ടിലെ കോൺഗ്രസ് പാർട്ടി അതിനെ പിന്തുണച്ചു, സ്റ്റാലിനെ പിന്തുണച്ചു. അപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർക്ക് എന്താണ് തമിഴ്നാട്ടിലെ കോൺഗ്രസ് എടുത്ത നിലപാടിനെക്കുറിച്ച് അഭിപ്രായം? അപ്പോൾ തമിഴ്നാട്ടിലൊരു നിലപാട്, കേരളത്തിൽ വേറൊരു നിലപാട്, ഓരോ പഞ്ചായത്തിലും ഓരോ നിലപാട്, കോഴിക്കോട് കോർപ്പറേഷനിലൊരു നിലപാട്,
മുക്കം മുനിസിപ്പാലിറ്റിയിൽ വേറെ നിലപാട്, അപ്പുറം എടുത്തു കഴിഞ്ഞാൽ വടകര മുനിസിപ്പാലിറ്റിയിൽ വേറെ നിലപാട്, കടലുണ്ടി പഞ്ചായത്തിൽ വേറെ നിലപാട്. ഇങ്ങനൊരു പാർട്ടി ഉണ്ടോ? ഇത്രയും നാണം കെട്ട് അപഹാസ്യമായ ഒരു നിലപാടില്ലാതെ മുന്നോട്ട് പോകുന്നത്? ഇങ്ങനെ നിലപാടില്ലാത്തതുകൊണ്ടാണ് രാത്രി ഉറങ്ങാൻ നേരം നേതാക്കന്മാർ കോൺഗ്രസ് ആണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ BJP ആവുന്നത്. പ്രത്യയശാസ്ത്ര വ്യക്തത ആ പാർട്ടിക്ക് അകത്തുപോലും ഇല്ല. അതല്ലേ ഇപ്പോൾ ആ പാർട്ടി നേരിടുന്ന പ്രശ്നം. വിശ്വസിക്കാൻ പറ്റാത്തവരായി കോൺഗ്രസ് നേതൃത്വം മാറി. കുറേ നേതാക്കന്മാർ BJP ആവുന്നുണ്ട്. യഥാർത്ഥത്തിൽ അവർ ചെയ്ത നല്ല കാര്യം, കാരണം പരസ്യമായിട്ട് BJP ആയി. എന്നാൽ കുറേ പേർ കോൺഗ്രസിൽ നിന്നുകൊണ്ട് കോൺഗ്രസിനെ നയിച്ച് BJPക്ക് ചാരപ്പണി എടുക്കുന്നുണ്ട്. അവരാണ് അപകടകാരികൾ. അവരാണെന്ന് കോൺഗ്രസിനെ കൂടുതൽ കുഴിയിലേക്ക് തള്ളിവിടുന്നത്. ഓക്കെ, ഇപ്പം നടന്ന ഈ പരിപാടിയെക്കുറിച്ച് എന്താ പറയുക? ഇപ്പം നടന്ന ഈ പരിപാടി അതിഗംഭീരമാണ്. നിങ്ങൾ കണ്ടല്ലോ, പടക്കൂറ്റൻ. ഇവിടുത്തെ തൊഴിലാളികളുടെ പണമാണ്. തൊഴിലാളികൾ ശേഖരിച്ച പണം കൊണ്ടാണ് ഈ കട്ടൗട്ട് ഉണ്ടാക്കിയത്. ഇതിലൂടെ പോകുന്ന ഏതൊരു വാഹനത്തിലുള്ളവരും നടന്നു പോകുന്നവരൊക്കെ ഒരു പ്രധാനപ്പെട്ട റോഡാണ്. ഇത് കാണും. സഖാവ് എളമരം കരീമിൻ്റെ വലിയ ഭൂരിപക്ഷത്തിന് വിജയിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഈ ചൂടേറിയ കാലാവസ്ഥയിൽ നിങ്ങൾ കണ്ടില്ലേ, ഇവരൊക്കെ ഈ ക്ലൈമറ്റിൽ എത്ര നേരമായിട്ട് ഇവിടെ നിൽക്കുന്നതാണ്. ഇവർ ഓരോരുത്തരും എളമരം കരീമാണ്. ഇവർ ഓരോരുത്തരും ഇടതുപക്ഷ സ്ഥാനാർത്ഥി വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. കാരണം ഇന്ത്യയിലെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം അത്രത്തോളം ഗൗരവമേറിയതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഓരോരുത്തരും ഇറങ്ങിയിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇതൊക്കെ. ഇനി ഇങ്ങനത്തെ പലതും വരാൻ പോകുന്നുള്ളൂ. ഫുട്ബോൾ വേൾഡ് കപ്പിലൊക്കെയാണ് സാധാരണ ഇങ്ങനെ. അതെ 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 ഫുട്ബോൾ വേൾഡ് കപ്പിൽ അർജൻറ്റീനയുടെ മെസ്സിയുടെ കട്ടൗട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അർജൻറ്റീന കപ്പ് നേടി. അതുപോലെ ഈ കട്ടൗട്ട് സഖാവ് എളമരം കരീമിനെ വിജയിപ്പിക്കാനുള്ള കട്ടൗട്ടാണ്. വോട്ടെണ്ണിയാൽ ഇതിൻ്റെ ഉയരത്തിനെ പോലെ തന്നെ ഭൂരിപക്ഷവും കുതിച്ചു വരും. കോൺഗ്രസ് പോസ്റ്റർ അടിക്കാൻ പൈസ ഇല്ല എന്ന് പറയുമ്പോഴാണ് നിങ്ങളിങ്ങനെ. കോൺഗ്രസ് പോസ്റ്റർ അടിക്കാൻ പൈസ ഇല്ല പറഞ്ഞ് അത്ഭുതപ്പെടും. ഞാൻ ആരും ഒരാൾ പ്രസ്താവന കേട്ടു, വോട്ടിനും പണത്തിനും ഞങ്ങൾ ജനങ്ങളോട് അപേക്ഷിക്കുന്ന. അപ്പോൾ ഈ ഇലക്ട്രോൾ ബോണ്ട് വഴി വന്ന പൈസയൊക്കെ അങ്ങോട്ട് പോയി. ഇലക്ട്രോൾ ബോണ്ടിൻ്റെ പൈസ വേണ്ടതില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടായിരുന്നു ഈ വർത്തമാനം പറയണം, മനസ്സിലാക്കാം. ആ പണമൊക്കെ എവിടെ പോയി? ആ കോടികൾ, 1000 കോടിയിലധികം രൂപയാണ്. അതൊക്കെ എവിടെ പോയി? അത് കോൺഗ്രസ് നേതാക്കന്മാർ പറയണം. പിന്നെ കോൺഗ്രസ് പണം പിരിച്ചാൽ അതിൻ്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരണോ? ഓട്ടമുള്ള ബക്കറ്റ് ആയിട്ട് ഇറങ്ങിയ കഥയൊക്കെ ഞാൻ പറയണം. പണ്ട് മുതലേ അറിയാം. ഇതൊന്നുമില്ല, ഇപ്പോൾ പണം ഇല്ലാതെ നേരത്തെ പണം ഉണ്ടെന്നല്ലേ അർത്ഥം. നേരത്തെ പണമുണ്ട് എന്ന് പറയുന്ന സമയത്ത് കെട്ട് നോട്ടിൽ കൈയിട്ട് വാരി ചില നോട്ട് പറിച്ച്, ചില നോട്ട് പകുതിയായി കിട്ടിയെന്ന് പറഞ്ഞു. 500 നോട്ട് കൈയിട്ട് വാരി പറിച്ചപ്പോൾ പകുതിയായത് 250 കണക്കാക്കുമെന്നാണ് ചില കോൺഗ്രസ് നേതാക്കന്മാർ ചോദിച്ച്. അങ്ങനത്തെ കഥ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അതിലേക്കൊന്നും പോകണ്ട, അതൊക്കെ എല്ലാവർക്കും അറിയാം.